രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കെപിസിസി അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ രാജി ഇനി അധികം വൈകില്ല എന്നുള്ളതാണ്. മണിക്കൂറുകൾക്കുള്ളിൽ രാജി പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. രാഹുലിന്റെ വീടിന് മുന്നിൽ നിന്ന് ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഇന്നലെ പാലക്കാടേക്ക് പോകും അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുമൊക്കെ ആദ്യം കേട്ടിരുന്നു. അതോടൊപ്പം 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണ്? അവിടെ രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമോ? അവിടേക്ക് രാഹുലിനെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? റിനു അന്ന ജോർജിന്റെ പരസ്യ പ്രതികരണത്തിന് ശേഷം ബുധനാഴ്ച രാത്രി മുണ്ടപ്പള്ളിയിലെ വീട്ടിലെത്തിയ രാഹുൽ ഇവിടം വിട്ട് മറ്റെവിടേക്കും പോയിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായി അദ്ദേഹം ഇവിടെ തന്നെയാണുള്ളത്. ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി അത് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ പത്തനംതിട്ടയിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്ന പ്രതിഷേധം പാലക്കാടാണ്. പാലക്കാട് രാഹുൽ ചെന്നിറങ്ങിയാൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അത് കോൺഗ്രസ് നേതൃത്വവും വലിയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. നിലവിൽ വിശദീകരിച്ച് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധിയിലൂടെയല്ല രാഹുൽ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സംഘടന എന്ന നിലയിലും മുന്നണി എന്നുള്ള നിലയിൽ UDFും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഒരു നിമിഷം മുൻപ് രാജിയിലേക്ക് പോയാൽ അതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് കോൺഗ്രസിലെയും UDFിലെയും പ്രധാനപ്പെട്ട ആളുകൾ കണക്കാക്കുന്നുണ്ട്. ചിലർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രാഹുലുമായുള്ള ഹൃദയബന്ധം കാരണം മറ്റു ചിലർ തങ്ങളുടെ പ്രതികരണം അത് രഹസ്യമാക്കി അല്ലെങ്കിൽ പരസ്യപ്പെടുത്താതെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കാലയളവിൽ, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ UDFിന് ഒരു മേൽക്കൈ അവകാശപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ രാഹുലിനെതിരായി തുടർച്ചയായി ഉയർന്നു വന്ന ആരോപണങ്ങളെ തുടർന്ന് അത് ഇല്ലാതെയായി പോയി എന്ന് UDFും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളും ഒക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഇനി എന്തെങ്കിലും കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വ്യക്തിപരമായ പരാമർശങ്ങളില്ല, പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഈ ആരോപണങ്ങൾക്ക് എല്ലാം വിശദീകരണം നൽകാൻ രാഹുൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇനിയും വിശദീകരിച്ച് വഷളാക്കരുത് എന്ന്, അതുകൊണ്ട് ഇനി സംസാരിക്കരുതെന്ന ഒരു വിലക്ക് രാഹുലിന് നേതൃത്വം നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാഹുലിന് പറയാൻ തീർച്ചയായും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ടൊന്നും ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ മറികടക്കാൻ അത് പര്യാപ്തമാകില്ല എന്ന് രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ UDF കോൺഗ്രസ് കേന്ദ്രങ്ങളും വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. കാരണം തുടർച്ചയായി പുറത്തു വരുന്ന ഓരോ ശബ്ദരേഖ അടക്കമുള്ള വിഷയങ്ങളും രാഹുലിൻ്റെ സ്ഥിതി കൂടുതൽ പരിങ്ങലിൽ ആക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് രാഹുൽ തുടർച്ചയായി പോകുന്നു എന്നതിൻ്റെ സൂചനകൾ നൽകുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി തന്നെ എടുക്കാം. പേര് ആരും തന്നെ പറയുന്നില്ല എങ്കിൽ പോലും നമ്മളൊക്കെ ദീർഘകാലമായി കേട്ട് പരിചയപ്പെട്ട ശബ്ദ സാന്നിധ്യമായ രാഹുൽ ആ ഫോൺ സംഭാഷണത്തിൻ്റെ ഒരു തലയ്ക്കലുണ്ട് എന്നുള്ളത് നഗ്നസത്യമാണ്. മറുതലയ്ക്കൽ സംസാരിക്കുന്ന ആൾ പോലും രാഹുലിൻ്റെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ കേൾക്കുന്ന ഒരാൾക്ക് തന്നെ രാഹുലിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യം ലളിതമല്ല എന്ന് രാഹുലിനറിയാം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കറിയാം. രമേശ് ചെന്നിത്തല പോലെ മുതിർന്ന നേതാക്കൾ രാജി അനിവാര്യം. എന്തായാലും സംസ്ഥാന നേതൃത്വം കൂടിയാലോചനകളിലാണ്. രാജി അധികം വൈകില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോവുക കോൺഗ്രസിന് സാധ്യമായ ഒരു കാര്യമല്ല. ഇനി അറിയേണ്ടത് രാജി പ്രഖ്യാപനം എപ്പോൾ എന്നുള്ളത് മാത്രമാണ്.